ഈ ഗൺമാൻമാരുടെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് തന്നെ SIT റിപ്പോർട്ടിൽ വേഗത്തിൽ തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ AD തോമസ് MLAയും ഒപ്പം അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കൊച്ചിയിലാണ് ആ കൂടിക്കാഴ്ച നടക്കുക. അബ്ദുൽ നാസർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ദുൽ നാസർ, ഗുഡ് മോർണിംഗ്. കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ അജിത് കുമാറിൽ നിന്ന് DGP ഒരു വിശദീകരണം തേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ലഭിച്ച ശേഷം ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അപ്പോൾ നടപടി ഉടനെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ നടപടി വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി, വിമർശനങ്ങൾക്ക് ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നാലെയാണ് AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയുമായി കാണാൻ പോകുന്നത്. ഇന്നിപ്പോൾ എപ്പോഴാണ് ആ കൂടിക്കാഴ്ച? പ്രധാനമായും നടപടി വേഗത്തിൽ വേണമെന്ന ആവശ്യം തന്നെയായിരിക്കില്ലേ ഉന്നയിക്കുക? മോർണിംഗ് ദിവ്യ. അതെ, ഇതിലൊരു വേഗത്തിലുള്ള ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് AD തോമസ് MLAയും അജയ് കുര്യാക്കോസും ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ ഒരു റിപ്പോർട്ട് വീണ്ടും SIT DGPക്ക് സമർപ്പിക്കുന്നത്. ആദ്യമായി ഇത്തരത്തിലൊരു റിപ്പോർട്ട് 23-ാം തീയതിയായിരുന്നു SIT സമർപ്പിക്കുന്നത്. ഇതിൽ വ്യക്തമായി മുൻ DGP ആയിരുന്ന അജിത് കുമാറിന്റെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു SIT മുന്നിൽ വെച്ചത്. എന്നാൽ ഇത് DGP മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രധാനമായും ഒരു 5 കാരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു DGP റിപ്പോർട്ട് മടക്കിയത്. കാരണം ഇതിലൊരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. SITയിൽ പ്രധാനമായും പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഇവരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. കേസ് ഡയറിയിൽ ഒരു മാറ്റത്തിരുത്തുകൾ വരുത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ ഉള്ള അപാകതകളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുടെ അപാകതകളുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് DGP ഇത് തിരിച്ചയച്ചത്. തുടർന്ന് ഇതൊരു ഡീറ്റെയിൽ ആയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു വ്യക്തത തേടിയതിനു ശേഷം, അജിത് കുമാറിൽ നിന്നൊരു വ്യക്തത തേടിയതിനു ശേഷമായിരിക്കും നടപടിയിലേക്ക് നീങ്ങുക എന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് AD തോമസ് MLAയും അന്ന് മർദ്ദനത്തിനിരയായ AD തോമസ് MLAയും അജയ് കുര്യാക്കോസും എല്ലാം നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നത്. മുഖ്യമന്ത്രി ഇന്ന് എറണാകുളത്ത് കൊച്ചിയിൽ എത്തുന്നുണ്ട്. ഒരു പരിപാടിയുടെ ഭാഗമായി എത്തുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനുള്ള ഒരു സമയം ഇവർ ചോദിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ഇല്ലെങ്കിൽ നടപടികളെ കുറിച്ച് തന്നെയാവും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക. ദിവ്യ, എന്തായാലും നടപടി വേഗത്തിൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.